ആരും ഈമ്പി പോകും. അത് ശരിക്കും ഈമ്പി എന്നല്ല, മറ്റേ രീതി തന്നെയാണ് എഴുതിയത്. പക്ഷേ അതിൻ്റെ മേളിൽ നമ്മൾ ഈമ്പി പോയി എന്ന് പറഞ്ഞൊരു ഒരു ബോർഡ് നിങ്ങൾ കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട്. 500 ബോർഡൊക്കെ കാണുമെന്ന് തോന്നുന്നു. നിങ്ങളാണോ അത് വെച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ചത് ഈമ്പി പോയെന്ന് തന്നെയാണോ? This video is powered by Medimix. ഞങ്ങളാണത് വെച്ചത്. ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെയാണ്. ഈമ്പി പോയി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളൊരു വീട്ടിലറിയാം, അതിൻ്റെ കൈ എപ്പോഴും ഇത് വായി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് കൈ ഈമ്പുക എന്ന് തന്നെയാണ് പറയുന്ന ആൾക്കാർ, അല്ലാതെ ഇതിന് വേറെ വല്ലതും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെയും വളരെ എന്നാ പറയുന്നത്, ട്രഡീഷണലായിട്ട് കേരളത്തിൻ്റെ പൈതൃകമായിട്ട് കേരളത്തിൽ എവരി 30-35 കിലോമീറ്റർ മാറുമ്പോൾ ഭാഷകൾ, സ്ലാങ്ങുകൾ ഇതെല്ലാം മാറുന്ന, രുചികളടക്കം മാറുന്ന നമ്മുടെ തനതായ ഒരു പൈതൃകത്തിൽ നമ്മുടെ പൂർവികന്മാർ സംസാരിച്ച് വന്നിരുന്ന അതേ ഭാഷയ്ക്കും കാലത്തിനനുസരിച്ച് പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ആൾക്കാർ അതിനെ പല ലെവലിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു ഐസ്ക്രീം, അതും ഐസ് ക്യാൻഡി, അതൊരു സ്റ്റിക്കിൽ വെച്ചിട്ട് നമ്മളതിങ്ങനെ വായിൽ വെച്ച് കഴിക്കണ ഒരു സാധനത്തിനെ അങ്ങനെ അല്ലാതെ നമ്മളുടെ ഒരു ഭാഷയിൽ ഏറ്റവും കണക്റ്റ് ആവുന്ന ഒരു രീതി നോക്കിയാൽ അതിനപ്പുറത്ത് വേറൊരു വാക്കില്ല. ആ വാക്ക് വേറൊരു ബ്രാൻഡിനോ ഒരു പ്രോഡക്റ്റിനോ ചേർത്തുമില്ല. ഐസ്ക്രീം നുണയുക എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. ഐസ്ക്രീം നുണയാന്ന് നിങ്ങൾക്ക് പറയാം. അത് സ്കൂപ്പിനകത്ത് സ്പൂണിൽ വായി വെക്കുമ്പോൾ അത് നുണയലായി. നിങ്ങളൊരു സ്റ്റിക്കിൽ വെച്ചിട്ട് വായിൽ വെച്ചിട്ട് അതിനെ സക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലെ ലിക്ക് ചെയ്യുക എന്ന് പറയും. ഇതിൻ്റെ രണ്ട് അർത്ഥം എടുത്തു നോക്കിയാലും അതിനെ ഈമ്പുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അതിനോട് യോജിക്കുന്ന, നമ്മൾ ആ പ്രോഡക്റ്റിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, നീതി പുലർത്തുന്ന ഒരു വേർഡാണത്. പുന്നൂസ് വന്ന് പ്രതീക്ഷനെ കാണുന്നു ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യാനായിട്ട്. പെന്നി എന്ന് പറഞ്ഞ ഒരു ഐസ് ക്യാൻഡി ഒരു ക്യാമ്പയിൻ ചെയ്യാനായിട്ട് പുന്നൂസ് കാണുന്നു. ഇവിടെ നിന്ന് ഈ 500 ഇപ്പോൾ കേരളം മുഴുവൻ സംസാരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡിൻ്റെ ഒരു ക്യാമ്പയിനിലേക്ക് മാറിയ ആ ഒരു കഥ എങ്ങനെയാണ് നിങ്ങൾ ആ ക്യാമ്പയിൻ, ആ കളറ്, ആ മോഡലിനെ നിങ്ങൾ തിരഞ്ഞെടുത്തത്? നിങ്ങൾ ഈ ടാഗ് ലൈൻ ആരാണ് കിക്ക് ഓഫ് ചെയ്തത്? ആ സ്റ്റോറി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് ഭയങ്കര രസകരമായ സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഉണ്ടാകുന്ന പിന്നിലും പുന്നൂസിൻ്റെ ഒരു ഭയങ്കരമായ ഒരു കറേജ് ഉണ്ട്. കാരണം ഞങ്ങളെ ഫസ്റ്റിലെ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ 97 തൊട്ട് ഇൻഡസ്ട്രിയിൽ വന്നതാണ്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഏജൻസികൾ, നാഷണൽ ഏജൻസികളും ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട്, ഉദാഹരണത്തിന് ഡെൻസു, ഫോസ്റ്റേസ്കോപ്പ്, കൈനറ്റിക്, അതുപോലെ തന്നെ ആദിത്യ ബിർളയുടെയൊക്കെ ഒരുപാട് പ്രോഡക്റ്റിൻ്റെ, അരവിന്ദിൻ്റെ ലൂയിസ് ഫിലിപ്പി, അല്ലെ അരവിന്ദിൻ്റെ ആരോ, ആദിത്യ ബിർളയുടെ വാൻ ഹുസൈൻ, ലൂയിസ് ഫിലിപ്പി, പീറ്റർ ഇംഗ്ലണ്ട്, അവരുടെ ഐഡിയ, ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് വെണ്ടറാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ നാഷണൽ ഏജൻസികളും ഒക്കെ ആയിട്ട് നമ്മൾ ദീർഘകാലം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു 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 മാർക്കറ്റിൻ്റെ ഒരു പൾസ് ഉണ്ട്. അങ്ങനെ ഞാൻ US പോളോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് US പോളോയുടെ ഔട്ട്ലെറ്റിൽ അന്ന് നിന്നിരുന്ന ഒരാൾ അനിൽ എന്ന് പറയും. അനിൽ ഇന്ന് പുന്നൂസൂട്ടിയുടെ കേരള ഹെഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഹെഡാണ്. ആ അനിലാണ് ഇവരിങ്ങനെ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യാൻ പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുന്നൂസൂട്ടി എൻ്റെ അടുത്ത് വരുന്നത്, ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി. ഞങ്ങളോട് പുന്നൂസൂട്ടി ഒരു വാക്ക് പറഞ്ഞു, 2-3 ഓപ്ഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റെന്ന് തോന്നുന്നത് അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ അറിവിനും ആ കോൺഫിഡൻസാണത്, നിങ്ങളുടെ കഴിവിന് അത് നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെയും കൂടെ പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇരട്ടിയാകണം. മറ്റത് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ക്ലയൻറ്റിന് അവരുടെ സജഷൻ എത്രയും കൂടുതൽ കൂടുന്നോ അത്രയും ക്രിയേറ്റീവ് സ്പേസ് ഞങ്ങൾക്ക് കുറയും. എങ്കിലും അപ്പുറത്ത് വലിയൊരു ആശ്വാസമുണ്ട്, കാരണം അതിൻ്റെ ഓണർഷിപ്പ് അവരെടുത്തോളും, നമുക്ക് റിസ്ക് ഇല്ല. പക്ഷേ ഇവിടെ നേരെ പുന്നൂസൂട്ടി അത് നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ വേറെ ഒരു ഓപ്ഷനും വേണ്ട, നിങ്ങൾ ഒരു ഓപ്ഷൻ, അത് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം. അപ്പോൾ നമ്മൾ അങ്ങനെ ടീമുമായിട്ട് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇവർ ഞങ്ങളെ
ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സീരിയലായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. അതിനാ ഇന്ത്യൻ ഐസ്ക്രീം മാർക്കറ്റ് എന്താണ്, അതിൽ എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഇതവിടെ എവിടെ നിൽക്കുന്നു, ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനിങ് എന്താണ്, ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ്, അങ്ങനെ വരുമ്പം ഇനി ഇപ്പം ഇതിനെ എവിടെ പ്ലേസ് ചെയ്യണം, ഇതിൻ്റെ പൊസിഷനിങ് എവിടെ ആവണം, അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്തെല്ലാം ഡിസ്റപ്ഷൻ ഉണ്ടാവും, ആ രീതിയിൽ എങ്ങനെ ഇതിനെ പ്ലേസ് ചെയ്യാവുന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇവർക്കൊരു 10-24 പേജുള്ളൊരു പ്രസൻറ്റേഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അതിനകത്ത് എൻ്റയർത്തെ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ഫേസ് ആയിട്ടാണ് ഇത് പോകണേ, അടുത്ത ഘട്ടത്തിൽ എന്തായിരിക്കും, അങ്ങനെ ഒരു റോഡ് മാപ്പ് അടക്കം കൊടുത്തിട്ടാണ് നമ്മളിതിലേക്ക് പോകുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പം പുന്നൂസൂട്ടി തംസപ്പ് പറഞ്ഞു, ഇപ്പം നിങ്ങളും നമ്മളും ഒരേ പേജിലായി, അങ്ങനെയാണ് ഇനി ക്രിയേറ്റീവ് ഡയറക്ഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു പ്ലാൻ എയും ഒരു ബിയും ഉണ്ടാക്കി വെക്കും. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇത് ഞങ്ങളുടെ ഡിസ്കഷൻ പുന്നൂസുട്ടിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴും എൻ്റെ ഡയറിയിലുണ്ട്. ഞാൻ ആദ്യമേ എഴുതിയ ടാഗ് ലൈൻ ഇതായിരുന്നു, ആരും ഈമ്പി പോകും. അത് ശരിക്കും ഈമ്പി എന്നല്ല, മറ്റേ രീതി തന്നെയാണ് എഴുതിയത്. പക്ഷേ അതിൻ്റെ മേളിൽ നമ്മൾ റിഫൈൻ ചെയ്ത് അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ളൊരു കീവേഡ് കണ്ടുപിടിക്കലായിരുന്നു അതിൻ്റെ ചലഞ്ച്. അത് ഞങ്ങൾ കളക്റ്റീവ്ലി നമ്മുടെ ടീം എടുക്കുന്ന എഫേർട്ടാണ്. ഞങ്ങളുടെ സീനിയർ ക്രിയേറ്റീവ് പേഴ്സൺ ഉണ്ട് ശരത്ത്. അപ്പോൾ ശരത്താണ് അതിലേക്ക് ആ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ആ ടീമിൻ്റെ സ്ട്രെങ്തും നമ്മുടെ ചിന്താഗതിയും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. മുമ്പ് ചോദിച്ച പോലെ ആദ്യം ഇതിലേക്ക് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് നമ്മൾ ആദ്യം മോക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് പുന്നൂസുട്ടിയെ കാണിച്ചു. അദ്ദേഹം അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫൈനൽ ഷൂട്ടിലേക്ക്, കാരണം എയിലായിരിക്കും നമ്മൾ ആദ്യം ഈ മോക്കപ്പ് ഇപ്പോൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഇത്രയും ലാർജ് ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ അതിനെപ്പോഴും ഒരു റെസൊല്യൂഷൻ കുറവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈവ് ഷൂട്ട് പ്ലാൻ ചെയ്യുകയാണ് ആ ഷേപ്പിൽ. അപ്പം അതൊരു ചലഞ്ച്, അതൊരു കൗതുകം കൂടെയാണ്. ആ എയിൽ കണ്ട ആ അപ്പച്ചനെ പുള്ളിക്ക് മനസ്സിൽ പിടിച്ചു. അപ്പോൾ അതിന് റിസംബ്ലൻസ് ഉള്ള ഒരാളെ കിട്ടാനായിട്ട് ഞങ്ങൾ മാക്സിമം ഒരു ഹണ്ട് നടത്തി. അപ്പോൾ ആളുടെ കൂടെ തന്നെ നേരത്തെ പെനിയിൽ അഭിനയിച്ചിരുന്ന ഒരു ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ച ഒരാളെ ഞങ്ങൾ വിളിച്ചു. പുള്ളിയെ ഷൂട്ട് ചെയ്ത് അത് വെച്ചു. അത് ആ ക്രിയേറ്റീവിൽ അത്ര കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ വേറെ ഒരാളെ പ്ലേസ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഹരി നമ്പൂതിരി എന്ന് പറയുന്ന പുള്ളി US സിറ്റിസണാണ്. പുള്ളി ടെക്സാസിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. ഞാൻ രാവിലെ പുള്ളിയെ വിളിക്കുന്നു, പുള്ളിക്ക് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. പുള്ളി ഇവിടെ വന്ന് ഹോട്ടലിൽ താമസിക്കുന്നു. പിറ്റേ ദിവസം നമ്മൾ ഷൂട്ട് വയ്ക്കുന്നു ഈ തിരുവനന്തപുരത്തും. അപ്പോൾ ആളെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഷൂട്ടിന് നമ്മളുടെ ക്യാമറ ടീമിനകത്ത് അസിസ്റ്റൻ്റായിട്ട് വന്ന പയ്യനാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന പോസ്റ്ററിൽ കംപ്ലീറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഹോർഡിങ്ങിൽ. കാരണം ഈ 2 പേരെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ, എടാ വൈശാഖെ നീ ഒന്ന് കയറി തന്നെ കുറച്ച് സ്റ്റിൽസ് കൂടെ ഒന്ന് എടുത്തേക്കാം. കാരണം ഇവനെ കാണുമ്പോൾ ഒരു ഹനുമാൻ ഗൈഡിൻ്റെ ലുക്കുണ്ട്, ഒരു എനർജി ഉണ്ട്. അപ്പം ഇത് കണക്റ്റ് ആവും. എനിക്ക് എവിടെയോ ഒരു ഇൻറ്റൻഷൻ വന്നതുകൊണ്ട് എന്താണേലും ഷൂട്ട് പോവല്ലേ, 10 ഫ്രെയിം എടുത്ത് വെക്കാം. പക്ഷേ ഞങ്ങളിത് 3 വെച്ച് ക്രിയേറ്റീവ് കാണിച്ചു. ഫൈനലി എല്ലാവരുടെയും കൂടി ഒരു വോട്ടിങ് വന്നപ്പം അത് ഫൈനലൈസ് ചെയ്യാം. അങ്ങനെയാണ് അത് ആ ബ്യൂട്ടിയിലേക്ക്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് റൂൾ ഓഫ് 3 എന്ന് പറയുന്ന ഫേമസ് ഒരു അഡ്വർടൈസ്മെൻറ്റിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവിലൊരു ഒരു രീതിയുണ്ട്. അതിനകത്ത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 1 ആ ബ്രാൻഡ്, 2 ആ ഒബ്ജക്റ്റ്, 3 ആ കണ്ടൻറ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ എസ്തെറ്റിക്സും അതിൻ്റെ ബ്യൂട്ടിയും. അതിനകത്തല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ വഴിയെ പോകുമ്പോഴെല്ലാം കാണുന്ന ഹോർഡിങ്സുകളിൽ ഒരു പത്രത്തിൽ അച്ചടിച്ച് വെക്കേണ്ട കൂടുതൽ കാര്യങ്ങളാണ് ഇതിൽ എഴുതി വയ്ക്കുന്നത്. ഒന്നാമത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഔട്ട് ഓഫ് ദ ഹോമിൽ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ, അതായത് ഒരു കാറിൽ നിങ്ങൾ വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ, അതും കേരളം പോലുള്ളൊരു റോഡിൽ
ഭയങ്കര ഡിസ്ട്രാക്ഷനും ഫ്രസ്ട്രേഷനും ഉള്ള ഒരു റോഡിൽ എങ്ങനെ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാതെയാണ് ഔട്ട്ഡോറിൽ മേജർ ഒരുപാട് മജോറിറ്റി ബ്രാൻഡുകളും പ്ലേ ചെയ്യുന്നത്. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ റൂൾ ഓഫ് 3 എന്ന് പറയുന്ന കോൺസെപ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ട്രാവൽ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവാം, ചിലപ്പോൾ കുട്ടിയെ സ്കൂളിൽ വിടാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പല തിരക്കുകൾക്കാണ് ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണേ. അങ്ങനെ വണ്ടിയിൽ പോകുന്ന ഒരാളെ അതിൽ സ്റ്റിക്ക് ഓൺ, അതിൽ ഗ്രാബ് ചെയ്യണമെങ്കിൽ, അറ്റൻഷൻ ഗ്രാബ് ചെയ്യണമെങ്കിൽ അതിൽ സംതിങ് എക്സ്ട്രാ ഓർഡിനറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് അടുത്ത ചോദ്യം നിങ്ങൾ രണ്ടുപേരോട് കൂടിയാണ്. ചോദ്യമല്ല അത് ആക്ച്വലി. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ പുന്നൂസ് എന്താണ് ഡിജിറ്റൽ ക്യാമ്പയിന് പോകാതെ ഈ ബിൽ ബോർഡ്സിലേക്ക് തന്നെ ഒരു ക്യാമ്പയിന് പോകാം എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ? എല്ലാവരും അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഡിജിറ്റൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് റീച്ച് കിട്ടും. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ബിൽ ബോർഡ്സിലാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് ഫോക്കസ് ചെയ്തത്. അല്ല, നമ്മൾ ഇപ്പം 2021 നമ്മൾ ഔട്ട്ലെറ്റ് കോൺസെപ്റ്റിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആ സമയം മുതൽ നമ്മൾ ഇന്ന് വരെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പർട്ടിക്കുലർ ക്യാമ്പയിൻ്റെ കാര്യം ബട്ട് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെന്നില്ല. അപ്പം അടുത്ത നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഹോർഡിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളാണ് ഇനി നടന്നു പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹോർഡിങ്സ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ. പ്രതീക്ഷ, ഈ നിങ്ങൾ ചെയ്തത് ഒരു ബിൽ ബോർഡ് ക്യാമ്പയിനാണ്, പക്ഷേ ഇതിപ്പം വൈറലായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇത് ഹിറ്റ് ആയത് അതായത് ഞങ്ങൾ ഇതിന്റെ രണ്ടും കിട്ടി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തതുമില്ല, പക്ഷെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ സ്പേസ്, ഡിജിറ്റൽ സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടി. യെസ്, അതിനിന്നും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുകയും വേണ്ട രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടാലും ഒരാൾ ഓടെ പോയാലും ആദ്യം നിങ്ങൾ ആ കൈ രക്ഷിക്കാനല്ല നീട്ടുന്നത്, പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിൻ്റെ ആ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്നാപ്ഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പോസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒന്നും നിങ്ങളെ എക്സിറ്റ് ചെയ്യിക്കില്ല. ഇതല്ലേ മാർക്കറ്റിങ്ങിൽ വേണ്ടത്. മാർക്കറ്റിങ്ങിൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം, അവരുടെ മനസ്സിൽ അത് പതിയണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുമ്പം അതിൻ്റെ സ്പിൽ ഓവർ, അതായത് ഈ പറയുന്ന ഒരു റഷ്, ഇത് ഇന്ന് ഡിജിറ്റലിൻ്റെ ട്രെൻഡാണല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അത് ഡിജിറ്റൽ വേണം. കാരണം പണ്ട് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ 97 ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ടെക്നോളജി ഇല്ല. പ്രിൻറ്റിങ് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കുതിക്കാൻ പോകുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വല്ലപ്പോഴും ഒരു കളർ അടിച്ചാലായി. അന്ന് DTP പേജ് മേക്കർ വരുന്നതിന് മുമ്പ് ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. ഇംഗ്ലീഷിലുള്ള 26 ആൽഫബറ്റ്സ് പല സൈസിൽ സൂം ചെയ്ത് 20%, 25% അങ്ങനെ അടിക്കിയ പോലെ എല്ലാ ലെറ്ററും ഉണ്ടാവും. മലയാളത്തിൽ 56 അക്ഷരങ്ങളും പല വലിപ്പത്തിൽ, റണ്ണിങ് വാട്ടർ അടക്കം, ഹെഡിങ് അടക്കം, സബ് ഹെഡിങ് അടക്കം, ആ ഹയാർക്കി അനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ക്രിയേറ്റീവ് ചേട്ടൻ്റെ മേശപ്പുറത്ത് കാണും. അങ്ങനെ ഈ പേപ്പർ കൂനക്കകത്തായിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എഴുതുന്ന ക്യാപ്ഷൻ അനുസരിച്ച് ഓരോ അക്ഷരങ്ങൾ വെട്ടിയെടുത്ത് അത് ആർട്ട് ബോർഡിൽ ഒട്ടിച്ച് അതിൻ്റെ അറ്റത്ത് വൈറ്റ് മാർക്ക് വെച്ച് അത് മാസ്ക് ചെയ്ത് അതിൽ സ്പ്രേ ഗണ്ണിൽ, ഞങ്ങളുടെ ഓഫീസിൽ കയറി ചെല്ലുമ്പം ഒരു സ്പ്രേ ഗൺ ഇങ്ങനെ തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തു നിന്നാണ് ഇതിനെ ലെയർ ബൈ ലെയർ സ്പ്രേ ചെയ്ത് അത് ഒട്ടിച്ച് അതിനൊരു ഓയിൽ പേപ്പർ മാസ്ക് ചെയ്ത് അതിനൊരു ഫ്ലാപ്പ് ഇട്ട്, ഇതാണ് അന്നത്തെ കാലത്ത് ഒരു ക്രിയേറ്റീവ് ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യണം. ആ കാലഘട്ടത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ എവല്യൂഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആ ക്രിയേറ്റീവ് സ്പേസിന് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ് നിങ്ങളുടെ ഫോണിൽ. അവിടെയും നിങ്ങൾ ഈ അറ്റൻഷൻ പാൻ 3 സെക്കൻഡിലേക്ക് വരുമ്പോഴും ഇത് മനസ്സിൽ നിൽക്കണ്ടേ? ഇല്ലെങ്കിൽ ബേൺ ചെയ്ത് പോകുന്നത്
ആ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മുടക്കുന്ന ക്ലയൻറ്റിൻ്റെ ക്യാപിറ്റലാണ്. ഇതൊരു പരിധി കൂടുതൽ ബേൺ ചെയ്ത് പോയാൽ പിന്നെ സർവൈവൽ ഈസി അല്ല. സോ ROAS എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെഷറബിൾ ആയിരിക്കണം. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സ്ട്രാറ്റജി ഇമ്മീഡിയറ്റ്ലി പിവറ്റ് ചെയ്യണം. അല്ലാതെ ഒരു ക്യാമ്പയിൻ്റെ എൻഡ് വരെ അതിനെ കൊണ്ടു നടന്ന് മാക്സിമം പൈസ ഡ്രെയിനായി പോകാനായിട്ട് അനുവദിക്കാൻ പാടില്ല. സോ ഇന്ന് ഞങ്ങളത് ആ ലിങ്കുകൾ കംപ്ലീറ്റ് എടുക്കുമ്പം ഇന്ന് ഏകദേശം 1 കോടിക്ക് മേളിൽ ആൾക്കാരുടെ ഇംപ്രഷൻ, ആ വ്യൂ ഈ ചെയ്ത ഹോർഡിങ്സിൽ നിന്ന് 500ഓളം ഹോർഡിങ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 40 താഴെ ഹോർഡിങ്സ് കേരളത്തിൽ ചെയ്തിട്ടുള്ളൂ. അത് ആ ക്യാമ്പയിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ്, അത് അത്രയും ഫീൽ ചെയ്യാൻ കാരണം ഇത്രയും പേരത് സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമായിട്ട് അവർക്കതൊരു പുതുമയായിരുന്നു. ആ പുതുമ ഇല്ലാത്തതൊന്നും, ആ കൗതുകം ഇല്ലാത്തതൊന്നും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റില്ല. ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള പെനി ഏതാ? അല്ല, നമ്മൾ 5 റുപ്പീസിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നാച്ചുറൽ കളറാണ് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്ലേവറാണ് നമ്മളവിടെ ചെയ്യുന്നത്. 5 റുപ്പീസ് ടു ഇപ്പം നിലവിൽ നമുക്ക് 75 റുപ്പീസ് വരെ നമുക്ക് അവൈലബിൾ ആണ് പ്രോഡക്റ്റ്. 75 റുപ്പീസിൻ്റെ ഈ പ്രോഡക്റ്റ് ഏതാണ്? ദുബായ് കുനാഫയുണ്ട്. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്. ഇപ്പം അതൊരിക്കലും ഒരു പ്രൈസ് ഹൈക്ക് വരുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ഓൺ പ്രോഡക്റ്റ് അനുസരിച്ച് തന്നെയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെനി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി സാർ? നമ്മൾ 97 സ്റ്റാർട്ട് ചെയ്തതാണ് കോട്ടയത്ത് വെച്ച്. ജാനുവരി 2 97 നമ്മൾ സ്റ്റാർട്ട് ആകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇത് സൈക്കിളിലാണ് കൂടുതലും സപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിളിൽ? അതെ, കാരണം കൂടുതലും നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് സൈക്കിളിലോട്ടാണ് നമ്മളത് സെല്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 2012 ഒക്കെ കാലഘട്ടത്തിലോട്ട് എത്തിയപ്പോൾ കുറച്ചും കൂടെ സൈക്കിളിൻ്റെ എണ്ണം കൂടി. അതിനുശേഷം നമ്മൾ 2015 ആയപ്പോൾ അതിനെ ഒന്നും കൂടെ ബ്രാൻഡിലോട്ട്, ഇപ്പോൾ കാണുന്ന ബ്രാൻഡിങ്ങിലോട്ട് നമ്മൾ ചെയ്തു. അതിനുശേഷം 2021 നമ്മളതൊരു ഔട്ട്ലെറ്റ് കോൺസെപ്റ്റിലോട്ട് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 10-20 വർഷമാകുന്നു. ഇപ്പം കറക്റ്റ് നമുക്കൊരു 27-28 വർഷം കഴിഞ്ഞു. ഈ സൈക്കിളിൽ സെല് ചെയ്തോണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ. ആ പരിപാടി, ആ ക്യാമ്പയിൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്? അതൊരു ക്യാമ്പയിൻ പോലെ അല്ല, ക്യാമ്പയിനിങ് അല്ല, നമ്മൾ പ്രോഡക്റ്റ് ഇപ്പോഴും സൈക്കിളിൽ കൊടുക്കുന്നുണ്ട്. സൈക്കിളിൽ കൊടുക്കും, പെനി എന്നുള്ള പേരിലല്ല എന്ന് മാത്രം. സൈക്കിളിൽ പോകുന്നുണ്ട്. അതെ, കോട്ടയം റീജിയനിൽ ഇപ്പോഴും സപ്ലൈ ഉണ്ട്. പുന്നൂസിന്റെ ഫാദറിന് ഒരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു. അതെ, അവിടെ നിന്ന് ഈ പെനി എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡ്, കേരളം കാണാതെ ഒരു ബ്രാൻഡിലേക്ക് പുന്നൂസിനെ വളർത്തിക്കൊണ്ടുവരുന്നു. ഈ സാധാരണഗതിയിൽ ഈ ഐസിന്റെ ഒരു കമ്പനി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാതായി പോകും ഈ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. ഈ പുന്നൂസ് ഇതിനെ വേറെ ലെവലിലേക്ക് ഇതിനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു, അതിന് വേറൊരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്നു, അതിന് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു. ആ സ്റ്റോറി എന്ന് പറയാമോ? സ്റ്റോറി മിനിമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ 97 ഫാദർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിത് ഫുള്ളായിട്ട് വരുന്നത് 2012 ശേഷമാണ്. 2015 നമ്മൾ ഇന്ന് കാണുന്ന ബ്രാൻഡ് പെനി ഐസ് ക്യാൻഡി എന്ന് പറഞ്ഞ, പെനി ഐസ് പ്ലാന്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ പെനി ഐസ് ക്യാൻഡി എന്ന് പറയുന്നൊരു ബ്രാൻഡിങ് ചെയ്യുന്നത് നമ്മൾ 2015. പെനി ഐസ് പ്ലാന്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെയായിരുന്നു നമ്മുടെ അതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമാണ്. അതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡിൻ്റെ പേരും പെനി ഐസ് പ്ലാന്റ് തന്നെയായിരുന്നു. അതിനെ നമ്മൾ ഒരു പെനി ഐസ് ക്യാൻഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലോട്ട്, ഇന്ന് കാണുന്ന ബ്രാൻഡ് അതിൽ നമ്മൾ റീവർക്ക് ചെയ്തു, അതിലോട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൗച്ചിലോട്ട് മാറുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു. പ്രോഡക്റ്റുകളെ അപ്രോക്സിമേറ്റ് നമുക്കൊരു 3 അല്ലെങ്കിൽ 7 പ്രോഡക്റ്റിൽ നിന്നിടത്തുനിന്ന് നമ്മളതിനെ സ്റ്റേജ് ഒരു 12 അല്ലെങ്കിൽ 10-12 പ്രോഡക്റ്റിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, 2017 ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമിലോട്ട് വരുന്നു. 17, 18, 19 നമ്മൾ ഐസ്ക്രീമിലോട്ട് വരുന്നു. അതിനുശേഷമാണ് നമ്മൾ 2021 നമ്മൾ ഔട്ട്ലെറ്റ് കോൺസെപ്റ്റിലോട്ട് ഇതിനെ റീവാമ്പ് ചെയ്യുന്നു വരുന്നത്. അതെ, പ്യൂർ ഐസ്ക്രീം പ്രോഡക്റ്റ്. അതെ, പ്യൂർ ഐസ്ക്രീം ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട്. ഐസ് ക്യാൻഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ പെനി ഐസ് ക്യാൻഡിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മളിതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് ഈ നമ്മുടെ പെനിയുടെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട്? പെനിയുടെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പരിപാടികൾ ഉണ്ട്, ഒരുപാട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്, ജനങ്ങളെ ഞെട്ടിക്കുന്ന പരിപാടികൾ ഒരുങ്ങുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് പൊന്നൂസുട്ടി പറഞ്ഞ ഒരു വലിയ വിഷനിലാണ് ഈ ബ്രാൻഡ് വർക്ക് ചെയ്യുന്നത്.
2028 അവസാനമാകുമ്പോഴേക്കും പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടാവണം. ഒരു 650 ഔട്ട്ലെറ്റിലേക്ക് ഇതെത്തണം. കമ്പനിയുടെ വാല്യുവേഷൻ വേറെ തന്നെ ഒരു ലെവലിലേക്ക് വരണം. ഇത് ശരിക്കും അത് ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ സാധ്യതയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള IPOയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. അതേ ലെവലിലേക്ക് വരാൻ പൊട്ടൻഷ്യലുള്ള അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പുന്നൂസുട്ടിക്കാണെങ്കിലും അതിൻ്റെ പൊട്ടൻഷ്യലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. ഞങ്ങൾ അവരെ കൺസൾട്ട് ചെയ്യുമ്പോഴും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങൾക്ക് ആ വിഷൻ്റെ ഒപ്പം സഞ്ചരിക്കാമെന്ന് പറയണ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു റോഡ് മാപ്പ് ഉണ്ട് നമുക്ക്. ഏതെല്ലാം സമയത്ത് എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് റോഡ് മാപ്പ് വെച്ചിട്ട് തന്നെയാണ് പെനി എന്ന് പറയുന്ന ബ്രാൻഡ് മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് ഇനിയും മറ്റു പ്രോഡക്റ്റുകൾ വരാനുണ്ട്. അതൊക്കെ അതാത് സമയങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങളുമായിട്ട് പെനി വീണ്ടും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക്, അല്ലെ അവരുടെ കൺസ്യൂമറുടെ അടുത്തേക്ക് എന്നും ആ എക്സൈറ്റ്മെൻറ്റിൽ ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ നിങ് ആ സൈക്കിളിൻ്റെ താഴെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു റെയിൽവേ പാളത്തിൻ്റെ ഒരു ബാറോ റെക്ടാങ്കിൾ ബാർ, അതിൽ ആ ചേട്ടൻ ഒരു വളരെ നീളമുള്ള ഇരുമ്പിൻ്റെ സാധനത്തിന് അടിക്കുന്ന സൗണ്ട് അന്ന് നമുക്ക് സംഗീതമായിരുന്നു. അന്ന് ST പൈസ ഞാൻ പഠിക്കുമ്പം 10 പൈസയാണ് എനിക്ക് ഒരു സൈഡിലേക്ക് ബസ്സിന് പോരാനുള്ളത്. ആ 10 പൈസ 6 കിലോമീറ്റർ ഞാൻ പോക്കറ്റിലിട്ടിട്ട് നടക്കും. ഉച്ചയ്ക്കൊരു ഐസ് മുട്ടായി. അത് ചിലപ്പോൾ 3-4 ഫ്രണ്ട്സ് കൂടിയിട്ടായിരിക്കും. ഒരു സേമിയയ്ക്ക് ഇച്ചിരി വില കൂടുതലാണ്. അത് മേടിച്ചിട്ട് വട്ടത്തിലിരുന്ന് ഇങ്ങനെ തന്നെ നമ്മൾ അത് ഈമ്പിക്കൊണ്ട് ഇരിക്കും. അതിനൊരു ഫ്ലേവറുണ്ട്, അതിനൊരു ഒരു 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 പഴയ കാലത്തിൻ്റെ ഒരു സുഗന്ധമുണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായില്ല. അതേ ഓർമ്മകൾ തന്നെയാണ് നമ്മളെ ഈ കോപ്പി എഴുതാനും ഈ കീവേഡ് കൊണ്ടുവരാനും ഒക്കെ സഹായിച്ചത്. ഞാൻ അതുപോലെ ഒരു എന്നാ പറയുന്നത്, പണ്ടത്തെ നാടിൻ്റെ എല്ലാ നന്മകളും ഉള്ള ഒരു പാറമ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മീനച്ചിലാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അതുപോലെ ഒരുപാട്, അതായത് 6 നിറച്ചും കുട്ടികളുണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ. അത്രത്തോളം ആറ്റിൽ നീന്തി കുളിക്കാനും ഒക്കെ. അപ്പോൾ അന്നും നമ്മൾ ചർച്ച ചെയ്യുന്നതും നമ്മുടെ അന്നത്തെ ഏറ്റവും വലിയ ലക്ഷറിയും ഒരു ചോക്ലേറ്റിൻ്റെ ഐസ് മുട്ടായി വാങ്ങുക എന്നുള്ളത്. അതിന് 50 പൈസയാണ്. അതിന് 5 ദിവസത്തെ നടപ്പിൻ്റെ 6 കിലോമീറ്റർ നടപ്പിൻ്റെ 30 കിലോമീറ്ററിൻ്റെ ഒരു മധുരമാണ് നമ്മൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരിക്കൽ ഇത് വാങ്ങി കഴിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റി. അത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാവും നമുക്കതിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യാനും പറ്റിയത്. കേരളം മുഴുവൻ ചർച്ചയായ ഇമ്പിപ്പോയി എന്ന് പറയുന്ന പെനിയുടെ ക്യാമ്പയിൻ്റെ മുതലാളിയായ പുന്നൂസിനെയും ആ ക്യാമ്പയിൻ കൊണ്ടുവന്ന പ്രതീക്ഷയെയും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. വീണ്ടും കാണാം. ഈമ്പി പോയി എന്നല്ല, അത് പാസ്റ്റ് ടെൻസ് ആയി. ഈമ്പി പോകും, അതിനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അത് തീരുന്നില്ല. This video is powered by Medmix.